ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ ചിരകയാണ്. അപ്പോൾ ഞാനിന്ന് ദോശ ഉണ്ടാക്കാമെന്നാണ് സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ ദോശ ഉണ്ടാക്കിയില്ല. ദോശമാവ് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കി കേട്ടോ. ദോശയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഊണിനും കൂടി വേണ്ടിയിട്ട് രാവിലെ ആദ്യം തന്നെ സാമ്പാർ വെച്ചു. അപ്പോൾ ഇന്ന് അധികം തിരക്കില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് പതുക്കെയാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇപ്പോൾ സമയം 9-9:30 ആയിട്ടുണ്ട്. 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാൽ പുട്ട് സാമ്പാറും കൂടി ഇന്ന് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിക്കാറൊന്നും ഇല്ല കേട്ടോ. കടലക്കറിയോ പയറ് കറിയോ പഴമൊക്കെ കൂട്ടിയിട്ടൊക്കെ തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് മാവ് അങ്ങനെ പൊന്താത്ത കാരണം കൊണ്ട് അപ്പോൾ ഞാൻ എന്നാൽ വൈകുന്നേരം മാവ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പുട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടോടെ തന്നെ പാത്രത്തിലാക്കി വെക്കണ്ടേ. അപ്പോൾ ബാബുവേട്ടൻ കടയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ അരിയും പച്ചക്കറിയും അപ്പോൾ ഇതാ അങ്ങനെ അടിച്ചോരണം ചൂലും സോപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഒന്നിച്ചും വാങ്ങാറുണ്ട്. എന്നാൽ എത്ര ഒന്നിച്ച് വാങ്ങിയാലും എന്നാലും ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ ആവശ്യങ്ങൾ പറയണതിനനുസരിച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത് ചൂല് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ, അകായൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട്. പിന്നെ സോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കുറ്റി പുട്ടുണ്ടാക്കി കേട്ടോ. അപ്പോൾ അടുത്ത കുറ്റി പുട്ട് ഉണ്ടാക്കണ നേരത്താണ് അവർ വന്നത്. അപ്പോൾ പുട്ടുകുറ്റിയിൽ പുട്ടുപൊടി ഇടാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചില്ലില്ല. അപ്പോൾ ചില്ല് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ചില്ലില്ലാതെ പുട്ടുണ്ടാക്കിയ ക്രോണിക് ബാച്ചിലറിൽ ഹരിശ്രേഷോകം പുട്ടുണ്ടാക്കിയ പോലെ ഇരിക്കും. പുട്ട് വേണോ നിനക്ക് ഉപ്പുമാവ് വേണോ എന്ന് ചോദിച്ചില്ലേ, അതുപോലെ ഉപ്പുമാവായി മാറും. അപ്പോൾ ഇതാ ചില്ലൊക്കെ എടുത്തിട്ടിട്ട് പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല, മുടിയൊക്കെ പിടിച്ച് കുടുമ കെട്ടി വെച്ചിട്ടാണ് പണികൾ ചെയ്യണത്. കാരണം നമ്മൾ ഈ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കണതും നേരെ ജനലിൻ്റെ അടുത്താകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വെയിലും കാരണം കൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ നൈറ്റിയൊക്കെ കണ്ടോ, ഇത് പുതിയതാണ് കേട്ടോ. പക്ഷേ എനിക്കതൊന്ന് എൻ്റെ ഷേപ്പിനൊന്നും ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ മെഷീൻ വീണ്ടും കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അത് നേരാക്കിയിട്ട് വേണം ഇനി സ്റ്റിച്ചൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാനങ്ങനെ ലൂസിൽ തന്നെ അങ്ങോട്ട് ഇട്ടു. എന്തായാലും വേനൽക്കാലമല്ലേ, നല്ല ലൂസിൽ കിടക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ലൂസിലിട്ടിട്ട് പൊക്കണം മാക്സി ഇട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കൂട്ടാനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സാമ്പാർ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാ കുടിക്കാനുള്ള ചുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് അതാ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ചുക്ക് വെള്ളം കേട്ടോ കുടിക്കുക. പച്ചവെള്ളമൊക്കെ അങ്ങനെ കുടിക്കുക ഞാൻ തന്നെയാണ്. ഇത്തിരി വെള്ളമൊക്കെ തണുപ്പിച്ച് കുടിക്കുന്ന ആൾ ഞാനാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പൂച്ചക്കുട്ടികൾക്ക് കുറച്ച് ക്യാറ്റ് ഫുഡും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. തണ്ണിമത്തനും ഓറഞ്ചും മുന്തിരിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേനലല്ലേ, അത്രയും ചൂടാണ്. എത്ര കഴിച്ചാലും ഇപ്പോൾ ചൂട് ഇനിയിപ്പോൾ വരാതിരിക്കണേ ഉള്ളൂ അല്ലേ. മീനും മേടം ഇടവപ്പാതി വരെ കൊടും ചൂടാണ് എന്നാണ് പറയണത്. അപ്പോൾ പച്ചക്കറി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ബാവേട്ട അമരയ്ക്കൊക്കെ കണ്ടപ്പോൾ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു പച്ചക്കറി ഭ്രാന്തനാണ് കേട്ടോ. അതാണ് ഇങ്ങനെ പച്ചക്കറി എപ്പോഴും മേലെ ഇങ്ങനെ വാങ്ങിക്കൊടുന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും. കാരണം എല്ലാ പച്ചക്കറി എടുക്കും വേണം. ഇതിങ്ങനെ കഴിയണതിന് മുമ്പ് വാങ്ങിക്കൊണ്ടുവന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ബാക്കി കേടുവരികയൊക്കെ ചെയ്യും. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഏതാ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാവും കേട്ടോ. അപ്പോൾ അത് പാക്കറ്റ് പാലുണ്ടായിരുന്നത് ഇപ്പോൾ ഈ പൂച്ചക്കുട്ടികൾക്ക് വൈകുന്നേരം പാല് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഭയങ്കര ചൂടല്ലേ. അവർക്കൊന്ന് ഉച്ചയ്ക്ക് അങ്ങോട്ട് ഉറങ്ങി നീറ്റ് വരുമ്പോൾ ഭയങ്കര ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ ചൂട് കാരണം കൊണ്ട് ഞാൻ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പൂച്ചക്കുട്ടികളെ. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും, എന്നാലും അവർക്ക് ഭയങ്കര ചൂടാണ്. അപ്പം എന്നാൽ വൈകുന്നേരം കൂടി പാല് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പച്ചക്കറി ആദ്യം എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ചു കഴുകിയിട്ട് എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ നോക്ക് വലിയ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വലുപ്പമുള്ള നാരങ്ങ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാമല്ലോ. ബാക്കി കയ്പ്പയ്ക്ക അമരയ്ക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബീട്രൂട്ട് പയറ് കാബേജൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 5 വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. സോപ്പ് പൊടിയും സോപ്പൊക്കെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് വർക്കേരിയയിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ പൂച്ചക്കുട്ടികൾക്കുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയിലാണ് കേട്ടോ. ഇപ്പോൾ എന്ത് കവറായിട്ട് എന്ത് വീട്ടിലേക്ക് വാങ്ങിയിട്ട് വന്നാലും അവർക്ക് അതിൽ എന്തെങ്കിലും വേണം, അതാണ് അവർ നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ചായക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഒരു ബണ്ണ് പോലെ ഒരു സാധനം റൗണ്ടിൽ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ പൂജാമുറിയിലേക്കുള്ള സാമ്പ്രാണിയൊക്കെയാണ്. അപ്പോൾ ഇതാ ഇവിടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മത്തങ്ങയും കൊണ്ടൊരു എരിശ്ശേരി ഉണ്ടാക്കണം. അപ്പോൾ ദാ ഞാൻ മത്തങ്ങ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കി. പിന്നെ പപ്പടം കാച്ചണം,
കൊണ്ടാട്ട മുളകും വറുക്കാം, സാമ്പാറും ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഊണ് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഇത് നല്ല മത്തങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. മത്തങ്ങ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൈ വെച്ചിട്ട് എൻ്റെ മൊബൈൽ സ്റ്റാൻഡിന് ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ അത് കാരണം എനിക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ കുറച്ച് കൊണ്ടാട്ട മുളകും വറുക്കാം, പിന്നെ പപ്പടവും കാച്ചാം, സാമ്പാറും ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ കറികൾ ഇതൊക്കെയാണ്. അപ്പോൾ അച്ചു ഇല്ല കേട്ടോ, അച്ചു ഇവിടെ ഇല്ല, അഞ്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പം എന്നാൽ അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പൂച്ചക്കുട്ടികൾക്കൊക്കെ ഞാൻ ഫുഡൊക്കെ കൊടുത്തു. അവർക്ക് മീനൊക്കെ വേവിച്ചിട്ട് ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് പച്ചമീനും കൊടുക്കും. ചില ആൾക്കാർക്ക് വലിയ വലിയ പൂച്ചക്കുട്ടികൾക്കൊക്കെ പച്ചമീൻ കഴിക്കണം നിർബന്ധമാണ്. അപ്പോൾ അവർക്ക് കുറച്ച് പച്ചമീനും കൊടുക്കും, പിന്നെ അതങ്ങനെ വേവിച്ചിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ചോറൊക്കെ വാർത്തി വെച്ചിട്ടുണ്ട്, സാമ്പാറായിട്ടുണ്ട്, മത്തങ്ങ എരിശ്ശേരി ആയിട്ടുണ്ട്, പപ്പടം കാച്ചിയിട്ടുണ്ട്, കൊണ്ടാട്ടമുളകും വറുത്തു. അപ്പോൾ അഞ്ജുവിനൊരു ഓംലെറ്റ് ഉണ്ടാക്കണം പറഞ്ഞിട്ട് അഞ്ചു വന്നിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഒരു മുട്ട എടുത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവൾ അവിടെ ഉണ്ടാക്കുമ്പോൾ തുടങ്ങി പൂച്ചക്കുട്ടികൾ വീണ്ടും തുടങ്ങി ബഹളം. ഇത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക പറഞ്ഞാൽ അപ്പോൾ അത് അവർക്കുള്ളതാണ് എന്നാണ് കേട്ടോ അവരുടെ വിചാരം. ഇവിടെ ചിക്കൻ കൊണ്ടുവന്നാലും മീൻ ഇനിയിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നാലും അവരുടെ വിചാരം അതെല്ലാം അവർക്കുള്ളതാണ്, ഇങ്ങനെ ഉണ്ടാക്കണതൊക്കെ അവർക്കാണ് എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഉറങ്ങുന്നോടത്ത് നീറ്റ് വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. എന്താ ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വേഗം ഒരു കോഴിമുട്ടയും കൂടി എടുത്തിട്ട് വറുക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ അത് അഞ്ചു ഊണ് കഴിക്കുകയാണ്. കറികളൊക്കെ കൂട്ടിയിട്ട് അവൾ ഊണ് കഴിക്കുകയാണ്. എന്തോ ടി വിയിലൊരു സിനിമയൊക്കെ ഇട്ടിട്ട് ഊണ് കഴിക്കുകയാണ്. അപ്പോൾ അവൾ പഠിക്കുകയുണ്ടായിരുന്നു കേട്ടോ. പഠിക്കുന്നിടത്ത് നീറ്റ് വന്നിട്ടിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എന്നെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി പണികളുണ്ട്. പിന്നെ എന്തോ വിശപ്പുണ്ടായിരുന്നില്ല, അപ്പോൾ നീ കഴിച്ചോ പറഞ്ഞു കേട്ടോ. ആക്ച്വലി എന്താ വെച്ചാൽ ഞാൻ ഈ പൂച്ചക്കുട്ടികൾക്ക് ഈ മുട്ട ഉണ്ടാക്കി കൊടുക്കട്ടെ വിചാരിച്ചിട്ട് കേട്ടോ. അവരവിടെ കരയുമ്പോൾ നമുക്ക് ഊണ് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങൂല സംഭവം. അവർ ഫുള്ള് വയറൊക്കെ നിറച്ചിരിക്കുകയാണ്. ഞാൻ ഈ പൂച്ചക്കുട്ടികളെ ഇങ്ങനെ ലാളിച്ച് വഷളാക്കുകയാണെന്നാണ് കേട്ടോ വീട്ടിലെല്ലാ കുട്ടികളുടെയൊക്കെ പരാതി. ഇപ്പോൾ എത്ര ഫുഡാകുമ്പോൾ കൊടുക്കണതിനനുസരിച്ച് ഞാൻ കോരുന്നുണ്ട്, അത് വേറെ കാര്യം. ചെറിയ കുട്ടികളൊക്കെ ഇവരൊക്കെ അങ്ങനെ പുറത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കും. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ മുകളിലൊക്കെ ഉള്ള പൂച്ചക്കുട്ടികളൊക്കെ അവിടെ ഞാനിങ്ങനെ മണ്ണൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അവിടെ പാറമണൽ പണിക്ക് കൊടുന്ന ആ പാറമണലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇട്ട് കൊടുക്കും. അതങ്ങനെ ഒരു വശം ഓട്ടെ, എന്താ ചെയ്യുക, നമ്മുടെ കുട്ടികളല്ലേ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.